ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2ന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സാന്ത്വനം 2ന്റെ ഒറിജിനൽ പ്രൊമോ റിവ്യൂ ആണ് പറയണത്. അങ്ങനെ നമ്മുടെ അലോകിനെ തള്ളിയിട്ടിട്ട് അനു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ചത്. അങ്ങനെ അനു സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും വീട്ടിൽ നിന്നിട്ട്. നമ്മുടെ ഗോമതിയും ബാലനും കൂടി അനുവിന്റെ ഇനി ഭാവി കാര്യങ്ങളും അവർക്ക് കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടാവണതും ജീവന്റെ കൂടെ അനു സുഖമായിട്ട് ജീവിക്കണതൊക്കെ കണ്ട് ആ ഒരു സ്വപ്നമൊക്കെ കണ്ട് നമ്മുടെ ബാലനും ഗോമതിയും കൂടി അവിടെ കിടന്ന് ഉറങ്ങുവാണ്. അനു ആണെന്നുണ്ടെങ്കിൽ ആ ഗുണ്ടകളുടെ അടുത്ത് തന്നെ പോയി പെടാനിട്ട് പറയണ്ട, എന്നെ രക്ഷിക്കണം, ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി പോവാണ് എന്ന് പറയുമ്പോൾ ആ ഗുണ്ടകൾ ആരാ പെങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഇയാളാണ് എന്ന് പറയണം. ഗുണ്ടകൾ അലോകിന്റെ മുഖത്തേക്ക് നോക്കാണ്. അലോക് പൊട്ടിച്ചിരിക്കുകയാണ്, ഗുണ്ടകളും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം അലോക് പണ്ട് നീ എന്താണ് വിചാരിച്ചത്, നിന്നെ രക്ഷപ്പെടുത്താമെന്ന ദേവദൂതരാണ് ഇവരെന്ന് നീ വിചാരിച്ചോ? നിനക്ക് തെറ്റിയടി, ഇവരെ എന്റെ ആളുകളെ എടാ പിടിച്ചോണ്ട് പോടവളെ എന്ന് പറയുമ്പോ പ്ലീസ് ഞാൻ പറഞ്ഞ നിങ്ങളൊന്ന് കേക്ക്. നിങ്ങളുടെ വീട്ടിലെ വലിയ അമ്മയും പെങ്ങളുമാരൊക്കെ എന്റെ വീട്ടിൽ എന്നെ കാണാതെ അവർ ഒരുപാട് വേദനിക്കും. ഞാൻ ഇവനെ സ്നേഹിച്ചതാണ്, അതിനുള്ള ഇത് അവരെനിക്ക് തന്നും ചെയ്തു. പ്ലീസ് നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും, ഇവൻ തരുന്ന എന്റെ ഇരട്ടി പണം വേണമെങ്കിൽ എന്റെ അച്ഛനും അമ്മയും തരും. എന്റെ അച്ഛൻ എത്ര പണം വേണമെങ്കിൽ തരും. എനിക്ക് 75 പവന് അച്ഛൻ കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നത് കല്യാണം കഴിയുമ്പോൾ സ്ത്രീധനമായിട്ട്. ആ 75 പവനും ഞാൻ നിങ്ങൾക്ക് തരാം. പ്ലീസ് എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. എത്ര പവനും ഇവനെ കൊണ്ട് അത്ര പൈസ ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല, പക്ഷെ ഞാൻ 75 പവൻ തരാം. എന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ആ ഗുണ്ടകള് ഞങ്ങൾ അങ്ങനെ ചതിക്കുന്ന കൊട്ടേഷൻ ഏറ്റെടുക്കാറില്ല പെങ്ങളെ, സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ ഷോൾ എടുത്തിട്ട് നമ്മുടെ അനുവിന്റെ മുഖത്ത് വലിഞ്ഞു കെട്ടുവാണ്. അതിനുശേഷം അനുവിനെ കാറിലേക്ക് കയറിട്ട് അവർ കൊണ്ടുപോട്ടെ. അനു കാറിൽ നിന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അയ്യോ ആൾക്കാരെ ഓടി വരണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കുമ്പോഴേക്കും ആ ഒരു ഗുണ്ടയുടെ കയ്യിൽ സ്പ്രേ ഉണ്ട്. അത് അനുവിന്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. അനു അപ്പൊ തന്നെ ബോധം കെട്ട് വീഴുവാണ്. എന്നിട്ട് ആരുമില്ലാത്തൊരു കെട്ടിടത്തിലേക്ക് അനുവിനെ കൊണ്ടുപോകട്ടോ. എന്റെ ഗുണ്ടകൾക്ക് അലോക് പറയണ്ട്, നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ, നിങ്ങളുടെ പണി തീർന്നു, എന്നാ പറഞ്ഞ പൈസ അതുകൊണ്ട് പൈസ കൊടുക്കാണ്. ഗുണ്ടകൾ പറയണ്ടേ, സാറേ കുറച്ചൊരു പൈസ കൂടുതൽ തരണം, നല്ല പണച്ചാക്കിനല്ലേ സാറിനെ കൊണ്ട് തന്നത്, പൊന്മുട്ടിടുന്ന താറാവല്ലേ സർ, അതുകൊണ്ട് കുറച്ചുകൂടി പണം കൂടുതൽ തരണം. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന എന്റെ വക കുറച്ചുകൂടി പൈസ എന്ന് പറഞ്ഞ് കൊടുക്കാണ്. ആ ഗുണ്ട അവിടെ നിന്ന് സന്തോഷത്തോടെ പോവാണ്. ശേഷം അലോക് അനു ബോധം കിട്ടാണ് കിടക്കുവാണല്ലോ. അപ്പൊ അനുവിനെ ഒരു കസേരയിലേക്ക് കെട്ടിയിടാണ്. എന്നിട്ട് അലോക് മനസ്സിൽ വിചാരിക്കണം, നാളെ ഗോമതി സ്റ്റോഴ്സ് ബാല ചമ്മി നാണം കെടും. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പച്ചി എന്ന് പറഞ്ഞവര് ബാലന്റെ കൂടെ ഒളിച്ചോടി പോയപ്പോ എന്റെ അച്ഛനും അതുപോലെ തന്നെ വല്യച്ഛനും എന്റെ മുത്തശ്ശിയും എന്റെ വീട്ടുകാരും നാട്ടുകാരുടെ മുമ്പിൽ എത്രമാത്രം അപമാനിക്കപ്പെട്ടോ, അതിനെയൊക്കെ മറുപടിയായിട്ടാ ഇപ്പോ ഞാൻ കൊടുക്കാൻ പോണത്. ഇതറിയുമ്പോ എന്റെ അച്ഛന് ഒരുപാട് സന്തോഷവും. എന്തായാലും അടിപൊളി, ഇവള് ഇങ്ങനെ ഇവിടെ കിടക്കട്ടെ, രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഒച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ് അലോക്. ശേഷം അലോക് വെള്ളമൊക്കെ കുടിക്കിട്ടിട്ട് അനുവിന്റെ നേരെ വട്ടം കറങ്ങുവാട്ടോ. അതേസമയത്ത് നമ്മുടെ സുകന്യാണെങ്കിൽ ഓടി വരുവാണ് രാവിലെ തന്നെ കൃഷ്ണമംഗലത്തേക്ക്. അയ്യോ ഓടി വരണേ, അവിടുത്തെ വിവാഹം മുടങ്ങി എന്ന് പറയുമ്പോൾ അച്യുതനും അനന്തനൊക്കെ ചോദിക്കണ്ടേ, എന്താടി എന്തൊക്കെയാ നീ പറയണത് സുകന്യ? സത്യ പറഞ്ഞ വിവാഹം മുടങ്ങി. ഇത് കേട്ട് മുത്തശ്ശി വരുന്നുണ്ട്. സുകന്യ നീ എന്താ പറഞ്ഞത്? എന്ത് വിവാഹം മുടങ്ങിന്ന്, എങ്ങനെ മുടങ്ങിന്ന്, നീ കാര്യം പറ. അനുവിനെ കാണുന്നില്ല, അവൾ ആരുടെ കൂടെ ഒളിച്ചോടി പോയി, ഇതേ അനാവശ്യം പറയരുത് എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും സത്യ പറഞ്ഞത് അനുവിനെ കാണുന്നില്ല. അവിടെ എല്ലാരും ഭയങ്കര ടെൻഷനില്ല. പോലീസിലൊക്കെ വിവരം അറിയിക്കാൻ പോണതാ കേട്ടത്. മുഹൂർത്തത്തിന് 1 മണിക്കൂറേ സമയമുള്ളൂ. ചെക്കന്റെ വീട്ടുകാരെ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അനുവിനെ അന്വേഷിച്ച് എല്ലാവരും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോയെന്ന് അറിയില്ല, എന്തായാലും വിവാഹം മുടങ്ങി എന്ന് സുകന്യ പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ അച്യുതന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ്. പക്ഷെ അനന്തന് ചെറിയ വിഷമമൊന്നുണ്ട്. അനന്തൻ അച്യുതന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നീ എന്തിനും ചെയ്തോടാ എന്ന രീതിയിൽ ചോദിക്കുമ്പോ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഇന്നലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിക്കണം. അപ്പൊ അനന്തനെ മനസ്സിലായി ഇതിന്റെ പിന്നിൽ അലോകാണെന്നുള്ള കാര്യം. നമ്മുടെ ആകാശിനും ആര്യനൊക്കെ മനസ്സിലായി അലോകാണ്. അപ്പൊ ആര്യനും അച്യുതനല്ല ആര്യനും നമ്മുടെ ആകാശും ബാലനും എല്ലാരും കൂടി ചേർന്ന് അലോകിനെ കണ്ടുപിടിക്കാൻ പോണ ഭാഗമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ഒരു പ്രൊമോ പറഞ്ഞായിരുന്നു നാളെ സംഭവിക്കാമെന്ന കഥ എന്ന് പറഞ്ഞിട്ട്. അത് മലയാളത്തിൽ അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് വിചാരിച്ചത്. പക്ഷെ ഇത് തമിഴിലെ പോലെ തന്നെയാണ് പോണത്. തമിഴിൽ ഇങ്ങനെ തന്നെയാട്ടോ വിവാഹം മുടങ്ങും. അലോക് കെട്ടിയ താലിയായിട്ട് നമ്മുടെ അനു തിരിച്ചു വരും. ഇത് തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞ പ്രൊമോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ബാക്കി അറിയണം, തമിഴിലെ ഭാഗം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് ഇതിന് മുമ്പിട്ട സാന്ത്വനം 2ന്റെ പ്രൊമോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ലാസ്റ്റ് പറഞ്ഞേക്കതെല്ലാം തമിഴിലെ റിവ്യൂ ആണ്. അതെല്ലാം തന്നെ മലയാളത്തിൽ നാളെ കാണാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.